ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹ്ബിഹി അജ്മഈൻ. എത്ര ദീർഘായുസ്സിനു വേണ്ടി ദുആ ചെയ്താലും ദുനിയാവിലെ ജീവിതം ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം തീർന്നു പോകുമെന്നാണ് ഖുതുബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. മഹ്മാ മലക്കൽ അംവാല വൽ ഖുസൂറ ഫലാ ബുദ്ദ ലഹു മിൻ സിയാറത്തിൽ ഖുബൂർ. ദുനിയാവിൽ എത്ര സ്വത്തുണ്ടായെങ്കിലും എത്ര വലിയ കൊട്ടാരം പണിതിട്ടുണ്ടെങ്കിലും അതെല്ലാം വിട്ടിട്ട് ഒരു ദിവസം ഖബർ കാണൽ അത്യാവശ്യമാണ്. ഖബർ കാണാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ നാടിൻ്റെ പരിസരത്ത് സുഹൃത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതേ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ പോയി. അങ്ങനെ പുതിയാപ്പിളയും കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പാട്ടും കൊട്ടുമൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ പുതിയാപ്പിളിനെ കൊണ്ടുപോകല്. പോകുന്നതിൻ്റെ ഇടയിൽ കൂടി ചെറുപ്പക്കാരന് നെഞ്ഞുവേദന എടുത്തു. പെട്ടെന്ന് നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കാണ്. ഉടനെ തന്നെ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കം ളാഹികൻ വൽ മനായാ ഫൗഖ ഹാമതി ലൗ കാന യഅലമു ഗൈബൻ മാത മിൻ കമദി. എത്രയോ ആളുകൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, കൈകൊട്ട് പാട്ട് പാടുന്നുണ്ട്, പക്ഷേ മരണം അവൻ്റെ നെറുന്തലയിലേക്ക് എത്തിയിട്ടുണ്ട്. മരണം എന്ന ആ രഹസ്യം അവനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ ചിരിച്ചും കളിച്ചും നടക്കുന്നത്. എന്നാലും രഹസ്യമറിയാനുള്ള കഴിവ് അവനുണ്ടായിരുന്നുവെങ്കിൽ, മരണം എൻ്റെ തൊട്ടടുത്തുണ്ട് എന്ന രഹസ്യം അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ അറിവോടുകൂടെ തന്നെ സങ്കടപ്പെട്ടിട്ട് അവൻ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ മരണം എത്ര അടുത്തുണ്ടെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തു വേണം? അതാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 10 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരു അൻസാരിയായ സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, വൻ അഖിയസുന്നാസ്, നബിയെ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പക്വതയുള്ളവൻ, ഏറ്റവും ബുദ്ധിമാൻ, ഏറ്റവും കാഴ്ചപ്പാടുള്ളവൻ ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്. ഏത് നിമിഷവും മരണം വന്നണയുമെന്ന ചിന്തയോടുകൂടെ സദാസമയം മരണത്തിൻ്റെ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. പോരാ, അതുപോലെ തന്നെ ആ മരണം വരുന്നതിന് മുമ്പേ ആ മരണത്തിന് വേണ്ടി ഒരുക്കുകൂട്ടി സൽക്കർമ്മങ്ങളാൽ മരണത്തിന് അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ 2 സ്വഭാവം നമുക്ക് വേണം. എപ്പോഴും മരിക്കും എന്ന ചിന്ത മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം ആ മരണത്തിന് വേണ്ടി കഴിവതും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്തിട്ട് ഒരുങ്ങാൻ തയ്യാറാവണം. റജബ് മാസം എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ വലിയ മഹാന്മാർ വഫാത്തായി പോയ മാസമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുല്ലാഹി അടക്കം, അതുപോലെ തന്നെ 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ പ്രഗൽഭനായ മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ. അബൂ ഹനീഫ് ഇമാമിനെ പറ്റി പറഞ്ഞാൽ തീരാത്തത്ര മദ്ഹ് പറയാനുണ്ട്. അവരുടെ മഹത്വം പറയാൻ, അവരുടെ മനാഖിബ് പറയാൻ ഒരു ഗ്രന്ഥം തന്നെ എഴുതി മഹാനായ ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുല്ലാഹ്, അൽ ഖൈറാത്തുൽ ഹിസാൻ ഫി മനാഖിബി അബി ഹനീഫത്തിൻ നുഅ്മാൻ. അബൂ ഹനീഫ് ഇമാമിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഷാഫി മദ്ഹബുകാരനായ ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടാക്കി. 2 മദ്ഹബ് എന്ന് പറയുമ്പോൾ വീക്ഷണ വ്യത്യാസമുണ്ട് എന്നല്ലാതെ പണ്ഡിതന്മാർക്കിടയിൽ ആ ഭിന്നഭിപ്രായത്തിൻ്റെ പേരിൽ വാക്ക് പോരോ പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഷാഫി മദ്ഹബുകാരനായ ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുല്ലാഹ് അബൂ ഹനീഫ് ഇമാമിൻ്റെ മദ്ഹബ് പറയാൻ വേണ്ടിയിട്ട് കിതാബ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞു, അബൂ ഹനീഫ് ഇമാം റജബിലാണ് വഫാത്തായത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അവരുടെ വഫാത്ത് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. കാരണം ശത്രുവായിരുന്ന ശത്രുക്കളുടെ ശക്തമായ പീഡനത്തെ തുടർന്ന് അബൂ ഹനീഫ് ഇമാം ഷഹീദാകുമ്പോൾ വരെ സുജൂദിൽ കിടന്നിട്ടായിരുന്നു മഹാനവറുകൾ രക്തസാക്ഷിയായി ലോകത്തോട് വിട പറയുന്നത്. എന്തുകൊണ്ട് അത്രയും വലിയ സ്ഥാനത്തേക്ക് അബൂ ഹനീഫ് ഇമാം ഉയർന്നു? അതിൻ്റെ കാരണം അതേ ഗ്രന്ഥത്തിൽ തന്നെ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? മഹാനായ അബൂ ഹനീഫ് ഇമാമിൻ്റെ ഖൗഫും മുറാഖബയും. ഏത് സമയവും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സും സദാസമയം എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന നിരീക്ഷണ ബോധം, ഈ 2 ബോധവും
മഹാനവർകൾ എത്രയും വലിയ സ്ഥാനത്തെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞു, യസീദ് ബിൻ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം ഇശാ ജമാഅത്തിന് അബൂ ഹനീഫ് ഇമാമിന്റെ കൂടെ കൂടി ഒരു പള്ളിയിൽ. അന്ന് ആ പള്ളിയിലെ ഇമാം ഊതുന്ന സൂറത്ത്, ഇശാ നിസ്കാരത്തിൽ ഓതിയ സൂറത്ത് സൂറത്തുൽ സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പരലോകത്തെ പറ്റിയും ഖിയാമത്ത് നാളിനെ പറ്റിയും ജസാഇനെ പറ്റിയൊക്കെ പറയുന്ന ആ വലിയ സൂറത്താണ് മഹാനവറുകൾ അന്നവിടെ ഓതുന്നത്. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞു, എല്ലാവരും എണീച്ചു പോയി. അബൂ ഹനീഫ് ഇമാം ഇരുന്ന അതേ ഇരുത്തത്തിൽ തന്നെ. എന്തുകൊണ്ട്? ആ സൂറത്തിനെ പറ്റി മഹാനവറുകൾ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ അവസാനം അല്ലാഹ് എന്താ ചോദിക്കുന്നത്? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെറിയ ഒരു ഉറുമ്പിന്റെ അത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവൻ ആഖിറത്തിൽ അനുഭവിക്കും, കാണും. അതേസമയം ചെറിയ ഒരു ഉറുമ്പിന്റെ അത്ര, ദർറത്ത് എന്നതിന് പല തഫ്സീറുണ്ട്. തഫ്സീറുൽ ജലാലൈനിയിൽ പറഞ്ഞത് ദർറത്തു എന്ന് പറഞ്ഞാൽ നംലത്തുൻ സഗീറ, ചെറിയ ഒരു ഉറുമ്പിന്റെ എത്രയാണ് നീ തിന്മ ചെയ്യുന്നതെങ്കിൽ വരെ അതിന്റെ തിക്തഫലം, അതിന്റെ പരിണിതഫലം, അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നീ ആ തെറ്റ് തിന്മ കാണുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ഉറുമ്പിന്റെ എത്ര തിന്മ, ഉറുമ്പിന്റെ എത്ര നന്മ എന്നൊക്കെ പറയുന്നത് ഒരു ഉദാഹരണം മാത്രം. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, അതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അതിന്റെയൊക്കെ അർത്ഥം ലാ യഗ്ഫലു അൻ അമലി ഇബ്നി ആദമ സഗീറത്തൻ ഔ കബീറ, ചെറിയ തെറ്റോ വലിയ തെറ്റോ, ചെറിയ നന്മയോ വലിയ നന്മയോ എന്ത് ചെയ്താലും അല്ലാഹു തആല അത് ശ്രദ്ധിക്കാതെ പോകൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാം അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ആയത്താണ് അന്നത്തെ നിസ്കാരത്തിൽ അവിടുത്തെ പള്ളിയിലത്തെ ഇമാം ഓതുന്നത്. മഹാനായ അബൂ ഹനീഫത്തെ ഇമാം ആ ആയത്ത് ചിന്തിച്ച് അവിടെ തന്നെ ഇരുന്നു. പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. യസീദ് ബിൻ ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളും ഇറങ്ങിപ്പോയി. പോകുന്ന നേരത്ത് വിളക്കിൽ എണ്ണ തീരാനടുത്തിട്ടുണ്ട്, വിളക്കിപ്പം കെടും എന്ന രീതിയിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് പോയി. യസീദ് ബിൻ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ സുബഹിക്ക് പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ മഹാനായ അബൂ ഹനീഫ് ഇമാം ഒന്നാമത്തെ സഫില ഇരുത്തം തന്നെ ഇരിക്കുന്നുണ്ട്, എണീച്ചു പോയിട്ടില്ല. താടിയിൽ ഇങ്ങനെ കൈവച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്, യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ഖൈറൻ ഖൈറ വയാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ശർറൻ ശർറ. ഒരു നന്മ എത്ര ചെറുതാണെങ്കിലും അതിന് പ്രതിഫലം തരുന്ന റബ്ബേ, ഒരു തിന്മ എത്ര ചെറുതാണെങ്കിലും അതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന റബ്ബേ, അദ്ഖിലിൽ നുഅ്മാന ഫീ വാസിഅ റഹ്മതിക, നിന്റെ വിശാലമായ റഹ്മത്താകുന്ന സ്വർഗത്തിലേക്ക് സാധുവായ അബൂ ഹനീഫയെ നീ പ്രവേശിപ്പിക്കണേ. വഅജിരിൻ നുഅ്മാന അനിന്നാർ, നരകത്തിൽ നിന്ന് സാധുവായ അബൂ ഹനീഫയെ നീ രക്ഷപ്പെടുത്തണേ. രാത്രി ഇരുന്ന ആ ഇരിപ്പ് അങ്ങനെ തന്നെ സുബഹിയോളം ഇരുന്നിട്ട് ഇതാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ അബൂ ഹനീഫ് ഇമാം ചോദിച്ചു, എന്താന്ന്, വിളക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാ, ലൈറ്റ് കടത്താൻ വേണ്ടി വന്നതാ? അപ്പൊ ഓർക്കിത് സുബഹി ആയതന്നെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതല്ല ഉസ്താദെ, സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാ. അപ്പോഴാണ് ഓർക്ക് സുബഹി ആയതന്നെ അറിയുന്നു. എന്നിട്ട് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും പള്ളിയിൽ പാർത്തത് ആരോടും പറയരുതേ, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ മഹാനായി, നാട്ടുകാരൻ എന്നെ മഹാനാക്കിയാലാ എന്നും പറഞ്ഞിട്ട് മഹാനവറുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് മഹാനായ അബൂ ഹനീഫ് ഇമാമിന്റെ മനാഖിബ് പറയുന്നിടത്ത് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അൽ ഖൈറാത്തുൽ ലിസാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ മുറാഖബ, ഒരു വിഷയം കേൾക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത, ആഖിറത്തെ പറ്റിയുള്ള ചിന്ത, ഇതാണ് മഹാന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എത്ര നമുക്ക് ആഖിറത്തെ പറ്റി പറഞ്ഞാലും ആ ചിന്ത വരുന്നില്ല. മഹാന്മാർ ഒരായത്ത് കേട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ മുഴുകിപ്പോകുന്നു. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുടെ വഫാത്ത് നടന്ന മാസമാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മദദും ഹിമായത്തും നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാത്തിലേക്കും നിലനിർത്തട്ടെ.